ഇവിടെ ഈ ന്യൂസ് കണ്ട ഒരു കുട്ടി ഒരു ഗേള് അവളുടെ ബോയ് ഫ്രണ്ടിന് അവളുടെ ഒരു ന്യൂഡ് ഫോട്ടോ, ന്യൂഡെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൈവറ്റ് ഫോട്ടോ അയച്ചു കൊടുത്തു. അത് അവിടെ നിന്ന് സ്പ്രെഡായി ഇപ്പൊ എന്ത് പറ്റിയ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. നിങ്ങളുടെ പ്രായമുള്ള കൊച്ചാണ്. അപ്പം ഇപ്പൊ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഒക്കെ റിലേഷൻഷിപ്സ് ഉള്ള പിള്ളേരൊക്കെ കാണുമായിരിക്കും. ഇനിയിപ്പോ അല്ല, ഇച്ചിരി കൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണേലും ഈ പ്രൈവറ്റ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ന്യൂഡെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നേക്കഡ് ആവണമെന്നൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഒരു ഒബ്സീൻ ആവാം. ആ ഫോട്ടോസ് വൺസ് ഇറ്റ് ഇസ് സെൻഡ് ടു സംബഡി, അത് ബിക്കം പബ്ലിക് എന്ന് വേണം വിചാരിക്കാൻ. നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ട് രണ്ടുപേരുടെ ഇടയിൽ മാത്രം അയക്കുന്നതായിരിക്കും. പക്ഷേ അത് എപ്പോ വേണമെങ്കിലും അത് എങ്ങോട്ട് വേണമെങ്കിലും സ്പ്രെഡ് ആവാം. പക്ഷെ ഇതൊരു ഈ ഗേള് ബോയ് ഫ്രണ്ടിനെ ട്രസ്റ്റ് ചെയ്തല്ലേ അയക്കുന്നത്? അതെ, ട്രസ്റ്റ് ചെയ്ത് അയക്കുന്ന ചിലപ്പോ ആ പയ്യനും മനഃപൂർവ്വമായിരിക്കില്ല അത് ഷെയർ ചെയ്ത് പോയത്. വൺസ് ഇറ്റ് ഇസ് സെൻഡ്, ഇറ്റ് ഇസ് സെൻഡ് ആണ്. പിന്നെ ഒരു കാര്യം, റിലേഷൻഷിപ്സ് ഒക്കെ എപ്പോ വേണേലും മാറാം, ഫ്രണ്ട്ഷിപ്പ് എപ്പോ വേണേലും മാറാം. രണ്ടുപേര് തമ്മിലുള്ള ആ ബന്ധം അത് എന്തുവായാലും അത് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. രണ്ട് മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിലുള്ളപ്പോ അത് എങ്ങനെയെങ്കിലും ഇപ്പൊ ഫോൺ നന്നാക്കാൻ കൊടുക്കുന്നിടത്ത് നിന്ന് പോവാം, ഡേറ്റ എങ്ങനെയെങ്കിലും കൈമാറുമ്പോ പോവാം, ഫോൺ അങ്ങനെ പലതരത്തിൽ പോവാം. പർപ്പസ്ഫുള്ളിയും സെൻഡ് ചെയ്യാം. ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാം, ഒരാളെ ഫോഴ്സ് ചെയ്യാൻ, പല കാര്യങ്ങൾക്കും ഫോഴ്സ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഇതെല്ലാം ഇങ്ങനത്തെ ഫോട്ടോസ് വെച്ച് ചെയ്യും. അപ്പൊ നിങ്ങളുടെ പ്രായം തൊട്ടേ അത് മനസ്സിലാക്കുക. ഈ ഗേൾസ് ബോയ്സ് എന്നുള്ളത് പോട്ടെ, ചിലപ്പം എനിക്കൊരു ന്യൂഡ് ഫോട്ടോ അയക്കൂ എന്നായിരിക്കില്ല ഒരാൾ ചോദിക്കുന്നത്. യു ആർ വെരി ക്യൂട്ട്, ഇവിടെ എങ്ങനെ കാണാൻ എന്ത് രസമാണ്, ഡ്രസ് ഒന്ന് ഇങ്ങനെയും കൂടി ഇട്ടിട്ട് ഒരു ഫോട്ടോ അയക്കാവോ എന്നായിരിക്കും ചോദിക്കുക. അപ്പം അവര് പോലും അറിയാതെ അൺനോയിങ് ആയിട്ട് തന്നെ ഇങ്ങനെ അയച്ചു പോവാണ്. വൺസ് ഇറ്റ് ഈസ് ഇൻ ദ നെറ്റ്, ഇറ്റ് ഈസ്. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ അത് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അത് കുറച്ചുപേരെ പ്രൈവറ്റ് ആയിട്ട് വെച്ചാലും അത് ഇറ്റ് ഈസ് ഇൻ ദ നെറ്റ്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, അത് സെൻഡ് ചെയ്ത് ആർക്കും കൊടുക്കാം, അല്ലെ? വൺസ് ഇറ്റ് ഈസ് ഔട്ട്, ഇറ്റ് ഈസ് ഔട്ട്. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല അത്. പിന്നെ ഒരുപാട് റൂൾസ്, പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പരാതിപ്പെട്ടൊക്കെ മാറ്റാം, അത് വേറെ കാര്യം. പക്ഷെ വൺസ് അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു ട്രോമ ആവും. അപ്പം ഫ്രണ്ട്സിനോടായാലും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ആരോടും ചോദിക്കാതിരിക്കുക. ഇഫ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട്, ഡോണ്ട് ആസ്ക് ഹർ ടു സെൻഡ് എ ന്യൂഡ് ഫോട്ടോ, അല്ലെങ്കിൽ സെൻഡ് എ ഫോട്ടോ ഓഫ് എ പ്രൈവറ്റ് പാർട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നൊരു ഫോട്ടോ ഇടും, അങ്ങനെ ചോദിക്കാതിരിക്കുക. മോന് ഒരു ഉദ്ദേശം ഉണ്ടാവില്ല അത് മോശമായിട്ട് ഉപയോഗിക്കാൻ, പക്ഷെ ഇറ്റ് കുഡ് ബി യൂസ്ഡ് ബൈ എനിവൺ. ഓക്കെ.